തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ദുരന്തമുഖത്ത് എന്നുള്ളതിന്റെ ഉത്തരമായിരുന്നു മേജർ സീതാ ഷിൽക്കെ. കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വം വഹിച്ചത് ആ ബെയിലി പാലം യാഥാർത്ഥ്യമാകുന്നുവെങ്കിൽ, ഇത്തരം കൂറ്റൻ മെഷീനറികൾ ആ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിലൊരു സ്ത്രീ കരുത്തുണ്ടായിരുന്നു. അതായിരുന്നു മേജർ സീതാ ഷിൽക്കെ. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ മേജറാണ്, കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട വ്യക്തി. അവരാണ് രാത്രിയും പകലുമെന്നില്ലാതെ വണ്ണം തങ്ങളുടെ ജവാന്മാർക്കൊപ്പം നിന്ന് ആ ബെയിലി പാലം യാഥാർത്ഥ്യമാക്കിയതിൽ നിർണായകമായിട്ടുള്ള സാന്നിധ്യമായത്, നിർണായകമായിട്ടുള്ള റോൾ പങ്കുവഹിച്ച ആളാണ് സീതാ ഷിൽക്കെ. ബിഗ് സല്യൂട്ട് ടു സീതാ ഷിൽക്കെ. മുഴുവൻ കേരളത്തിൻ്റെയും അഭിമാനമായി പ്രശംസ ഏറ്റുവാങ്ങുകയാണ് സീതാ ഷിൽക്കെ. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് അവിടെ നിന്ന്. അനീഷ്, നമ്മൾ കാത്തിരുന്ന ഒരു പ്രതികരണമാണ് സീതാ ഷിൽക്കെയുടേത്. കാരണം നമ്മൾ മലയാളികൾക്ക് ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട് അവരോട്. രണ്ട് കരകളുമായി ബന്ധമില്ലാതിരുന്ന ആ ദുരന്ത ഭൂമിയിലേക്ക് ഒരു പ്രത്യാശയുടെ പാലം പണിതു സീതാ ഷിൽക്കെ. എന്താണ് അവർ പറഞ്ഞത്? തീർച്ചയായും ഒരു ദുരന്ത ഭൂമിയിൽ ഒരു വനിതയ്ക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നുള്ള ചോദ്യങ്ങളടക്കം പല ഘട്ടങ്ങളിലും ഉയരുമ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് സീതാ ഷിൽക്കെ അടക്കമുള്ള സംഘം ചെയ്തിരിക്കുന്നത്. അവരാണ് ഈ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. അവരുടെ കുട്ടികൾ, ഈ മിലിറ്ററിയിലെ ഓരോ അംഗങ്ങളും വളരെ സജീവമായി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ പാലം നിർമ്മാണവുമായി അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. അത് വലിയ കരുത്താണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. വീരോടെ അവരിപ്പോഴും ഈ പാലത്തിന് മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നതിലടക്കം നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം ഏറ്റവും നിർണായക ചുവടായി വിശേഷിപ്പിക്കാൻ കഴിയുന്നത് 2 ദിവസം കൊണ്ട് നിർമ്മിച്ച ഈ ബെയിലി പാലം തന്നെയാണ്. നമുക്ക് കാണാം, രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭൂമിയിലെമ്പാടും ഇന്ന് വലിയ രീതിയിൽ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതിന് ഏറ്റവും പ്രേരണയായി മാറിയത് ഈ പാലത്തിന്റെ നിർമ്മാണം തന്നെയാണ്. വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ അങ്ങേയറ്റം പ്രതിബദ്ധം നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് ഈ പാലം നിർമ്മാണം നടന്നത്. അവർ നമ്മളോട് ആ വാക്കുകൾ തന്നെ വിശദീകരിച്ചു. കാരണം കനത്ത മഴ സമയം, ഒപ്പം ഈ സാധന സാമഗ്രികൾ ഇവിടേക്ക് എത്തിക്കുന്നതിനുള്ള വലിയ തടസ്സം നേരിട്ട ഒരു സമയം. അതായത് 2 വശത്തുമായി വാഹനങ്ങൾ വരുന്നു, പുറത്തുനിന്നുള്ള ആളുകൾ ഈ റിലീഫിൽ പങ്കെടുക്കാൻ വരുന്നു, കാണാൻ വരുന്നവർ, ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ എത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഈ പാല നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ ഇവിടേക്ക് എത്തിക്കുകയും ഒരു പാലമായി ഇവിടെ മാറുകയും ചെയ്ത് ഇതൊരു സ്നേഹത്തിന്റെ പാലമായി മാറുന്നു, ധീരതയുടെ പാലമായി മാറുന്നു, പ്രത്യാശയുടെ പാലമായി മാറുന്നു എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ആ പാലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഓരോരോ വാഹനങ്ങളായി മറികടക്കുന്നത്. മണ്ണുമാന്തി യന്ത്രങ്ങൾ അനുസ്യൂതം മറുകരയിലേക്ക് എത്തുന്നത്, ആംബുലൻസുകൾ എത്തുന്നത്, എല്ലാ തരത്തിലും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഊർജ്ജമായി മാറുന്നത് ഇതുതന്നെയാണ്. എന്തായാലും ഒരു വനിത എന്ന രീതിയിൽ ഈ പാലം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, വനിതയെന്നോ പുരുഷനോ എന്നൊന്നുമില്ല, ഇന്ത്യൻ ആർമിയാണ്. ആർമിയിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഒരു ആർമി, ഒരു സോൾജർ എന്നത്, ഒരു പട്ടാളക്കാരി എന്നതാണ് അവർക്ക് ഏറ്റവും വലിയ അഭിമാനം പകരുന്ന കാര്യമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോഴും അവർ കർമ്മരംഗത്ത് വളരെ സജീവമായി തന്നെ തുടരുന്നൊരു കാഴ്ച. പട്ടാളത്തിന്റെ ഏറ്റവും മികവ്, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഈ രക്ഷാഭൂമിയിൽ ഏറ്റവും മികവ് പ്രകടിപ്പിച്ച ഒരു വിഭാഗം പട്ടാളമെന്ന് തന്നെ പറയും. അതിൽ ഒരു നിർണായക പങ്കുവഹിച്ച ആളാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. എൽദോ, മേജർ സീതാ ഷിൽക്കെ ഏറ്റവും അഭിമാനമായി തന്നെ നിൽക്കുന്നു. അവിടെ വയനാട്ടിലെ നിർണായക സ്ത്രീ ശക്തിയായി അത് ഇവിടെ നിലകൊള്ളുകയാണ് സീതാ ഷിൽക്കെ. ഇപ്പോഴും ആ പാലത്തിന്റെ മറ്റുള്ള കാര്യങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, രക്ഷാദൌത്യത്തിൽ പങ്കുചേർന്നതിന് നിൽക്കുന്നു മദ്രാസ് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ കരസേനയുടെ വിഭാഗത്തിലെ മേജറായിട്ടുള്ള സീതാ ഷിൽക്കെ.